ഈ കറി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പുറത്ത് വെച്ചിരുന്നാലും ഒരു 3-4 ദിവസം വരെ ഈ കറി കേടാൻ വേണ്ടിയിരിക്കും. ഈ കറി നിങ്ങൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തലേ ദിവസത്തേക്കായിരിക്കും ഈ കറിക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇപ്പോൾ നിങ്ങൾ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ട്രെയിൻ യാത്രയൊക്കെ പോകുമ്പോഴായിരുന്നാലും ഇതേപോലെ ഇങ്ങനെ കറി ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഈ കറിക്ക് അത്യാവശ്യം നല്ല പുളിയുണ്ട്, പിന്നെ അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും, പിന്നെ കറി കേടാൻ വേണ്ടി ഇരിക്കുകയും ചെയ്യും. നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതേന് കറിയാക്കാന്ന്. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് കറിയിലേക്ക് കട്ട് ചെയ്ത് ചേർക്കേണ്ട സാധനങ്ങൾ ഏറ്റവും ആദ്യം എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇതേപോലത്തെ 3 കൂട് വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. കാരണം ഈ കറിയിൽ കഷ്ണമായിട്ട് കിടക്കുന്നത് വെളുത്തുള്ളിയാണ്, ഈ കറിയിലെ കഷ്ണം. അപ്പോൾ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർക്കണം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഇതേപോലത്തെ വലിയ ടൈപ്പ് വെളുത്തുള്ളിയാണ്. പക്ഷെ വലിയ ടൈപ്പ് വെളുത്തുള്ളി ആണെങ്കിലും ഞാനിത് ചെറുതായിട്ട് കട്ട് ചെയ്യണില്ല. കാരണം ഇത് കറിയിൽ ഇങ്ങനെ കഷ്ണം പോലെ കിടക്കുകയും ചെയ്യണം. പിന്നെ ഇത് കറിയിലിട്ട് കഴിയുമ്പോൾ വെളുത്തുള്ളി നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്യാണ്ട് ഇതേപോലെ തന്നെ ഇടുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു വലിയൊരു സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇത് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ പച്ചമുളക്, ഈ കറിയിലേക്ക് പച്ചമുളക് കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് മുളകിൻ്റെ പൊടി കൂടുതൽ ചേർക്കുക. അപ്പോഴായിരിക്കും ആ കറിയുടെ ആ കളറ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഈ പച്ചമുളക് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് 3ഉം നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ കറിവേപ്പില വേണം, പിന്നെ ഉലുവയും വേണം, കായവും വേണം, കടുകും വേണം. ഇത് 3ഉം ഞാൻ ആ കറിയിലേക്ക് ചേർക്കുമ്പോൾ ചേർക്കുന്ന സമയത്ത് അതിൻ്റെ അളവ് പറയാം. പിന്നെ മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും വേണം, മുളകിൻ്റെ പൊടിയും വേണം. ഈ കറിയിലേക്ക് മല്ലിപ്പൊടി ചേർക്കണില്ല. പിന്നെ ഈ കറിയിലേക്ക് മെയിനായിട്ട് വേണ്ടത് കുടംപുളിയാണ് വേണ്ടത്. ഞാനിവിടെ ഇതേപോലത്തെ ഒരു 3 വലിയ കുടംപുളി എടുത്തിട്ടുണ്ട്. കുടംപുളി നിങ്ങൾ എടുക്കുമ്പോൾ ആദ്യം നന്നായിട്ട് കഴുകണം. അത് കഴിഞ്ഞിട്ട് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി കഴിഞ്ഞിട്ട് വേണം കറിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ കുടംപുളി കറിയിലിട്ട് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കുതിർത്താണ്ട് കറിയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കറിയിൽ ഇങ്ങനെ കല്ല് പോലെ കിടക്കും. അല്ലെങ്കിൽ കുടംപുളി നിങ്ങളുടെ പുളിക്ക് അനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ കുടംപുളി നന്നായിട്ട് കഴുകിയിട്ട് ഇതേപോലെ ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് കുതിർന്ന് കഴിയുമ്പോൾ നമുക്കതിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ വേണ്ടിയിട്ട് പറ്റും, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇത് കുതിർത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ കുതിർത്താൻ വേണ്ടി വെച്ചേക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ഈ വെള്ളം കൂടിയിട്ട് കറിയിലേക്ക് ചേർക്കുക. അപ്പോൾ ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഈ സവോളയും ഇഞ്ചിയും പച്ചമുളകും നല്ല പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇത് കറിയൊക്കെ വയ്ക്കുമ്പോൾ എപ്പോഴും പച്ചമുളക് ഇങ്ങനെ കീറിയിടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ തോരന അല്ലെങ്കിൽ ഉപ്പേരിയൊക്കെ വയ്ക്കുമ്പോൾ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക, അതായിരിക്കും നല്ലത്. അപ്പോൾ കട്ട് ചെയ്യാനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കറിയാക്കാം. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. ഈ കറി വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ വയ്ക്കാം. കാരണം ഇതൊരു നാടൻ കറിയാണ്, അപ്പോൾ വെളിച്ചെണ്ണയിൽ വയ്ക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇവിടെ നല്ല വെളിച്ചെണ്ണ കിട്ടും. ഈ വെളിച്ചെണ്ണയ്ക്ക് നല്ല മണമുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർക്കുക. അല്ലെങ്കിൽ കടുക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവോളയും ഇഞ്ചിയും പച്ചമുളകും ചേർക്കുക. കടുക് നിങ്ങൾ മുഴുവനും പൊട്ടി തീരാൻ വേണ്ടിയിട്ടാണ്ട് നിൽക്കണ്ട. മുഴുവനാണ്ട് പൊട്ടി തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കടുക് കൊണ്ട് കരിഞ്ഞു പോകും. ഈ കടുക് ഏറ്റവും ആദ്യം പൊട്ടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇതിന് മുമ്പും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അത് സവോള ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സവോളയുടെ ഉള്ളിൽ നിന്ന് കണ്ടമാനം വെള്ളം വരുമല്ലോ. അപ്പോൾ അങ്ങനെ സവോള ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കടുക് പൊട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം നമ്മൾ കടുക് പൊട്ടിക്കുന്നത്. കടുക് പൊട്ടിയില്ലെങ്കിൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടുക് നമ്മൾ കടിക്കുമ്പോൾ കടുകിന് കൈപ്രസ് ഉണ്ടാവും. പിന്നെ കടുക് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും കടുക് കഴിക്കുമ്പോൾ കടുകിന് കൈപ്രസ് ഉണ്ടാവും. ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഇതേപോലെ ഒരു നുള്ളു ഉലുവ ചേർക്കാം.
ഉലുവ ഒരുപാട് ചേർക്കരുത്, ഒരു നുള്ളു മാത്രം ചേർത്താൽ മതി. ഒരു നുള്ളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 ഉലുവ, അതിൽ കൂടുതലുണ്ടാവില്ല. ഇത് മുരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവണം. അപ്പോൾ സവോളയൊക്കെ മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാനുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയും ഇതിൻ്റെ കൂടെ കിടന്നിട്ട് ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴേക്കും ഈ സവോളയ്ക്ക് ഒന്നും കൂടി നന്നായിട്ട് മുരിഞ്ഞോളും. ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഈ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിയണം, അല്ലെങ്കിൽ ആ മഞ്ഞളുടെ പച്ച ടേസ്റ്റ് വരും. ഞാൻ സാധാരണ കറിയിലേക്ക് മഞ്ഞൾപ്പൊടി അത്യാവശ്യം നന്നായിട്ട് ചേർക്കും. ഇത് മഞ്ഞൾപ്പൊടി ഇതേപോലെ ഇങ്ങനെ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് മൊരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ആ മഞ്ഞളിൻ്റെ ആ പച്ച ടേസ്റ്റ് വരില്ല. ഈ മഞ്ഞൾപ്പൊടിക്ക് നല്ലതാണ്, നമുക്ക് ഈ സ്കിന്നിൻ്റെ അസുഖങ്ങളൊന്നും വരില്ല. പക്ഷേ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങുന്ന മഞ്ഞൾപ്പൊടി നിങ്ങൾ കറിക്ക് എടുക്കരുത്. നമ്മുടെ നാട്ടിലേക്ക് മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ഉണങ്ങിയേക്കണം മഞ്ഞൾ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അത് മില്ലിൽ കൊടുത്തിട്ട് പൊടിപ്പിച്ചെടുത്താൽ മതി. മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ സവോളയും ഇഞ്ചിയും പിന്നെ പച്ചമുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്, നല്ല തിൽക്കട്ടം പോലെ ആയിട്ടുണ്ട്. ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കുക. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. മുളകിൻ്റെ പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. അത് മുളകിൻ്റെ പൊടി ചില മുളകിൻ്റെ പൊടിക്ക് അത്യാവശ്യം നല്ല എരിവുണ്ടാവും, അപ്പോൾ അതനുസരിച്ചിട്ട് ചേർക്കുക. മുളകിൻ്റെ പൊടി ചേർക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. കാരണം ഈ വെളിച്ചെണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണല്ലോ, അല്ലെങ്കിൽ ആ മുളകിൻ്റെ പൊടി ഇട്ട വഴിക്ക് അങ്ങോട്ട് കരിഞ്ഞ് ഇതൊരു കറുത്ത കളറായിട്ടിരിക്കും, പിന്നെ ആ കറിക്ക് കയ്പ്പരസവും വരും. അപ്പോൾ മുളകിൻ്റെ പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് നല്ല ചുവന്ന കളറിലാണ് ഇരിക്കുന്നത്. ഞാനിവിടെ തീ ഏറ്റവും കുറച്ചാണ് വെച്ചേക്കുന്നത്. ഇപ്പോൾ മുളകിൻ്റെ പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കുക. തീ നന്നായിട്ട് കുറച്ച് തന്നെ വയ്ക്കുക, തീ ഒട്ടും കൂട്ടി വയ്ക്കണ്ട. ഇതിലേക്ക് വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് മാത്രം തീ കൂട്ടി വെച്ചാൽ മതി. ഇതിലേക്ക് കുടംപുളി ചേർക്കുക. കുടംപുളിയും ചേർക്കുക, അത് കുതിർത്തി വെച്ചേക്കുന്ന വെള്ളം കൂടിയിട്ട് ചേർക്കുക. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ഈ കറിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. അപ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ ഒരു കപ്പിൽ 3/4 കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. ഈ കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ ചേർക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കറിക്ക് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കറി മൂടി വയ്ക്കുക. തീ നന്നായിട്ട് കൂട്ടി തന്നെ വയ്ക്കുക, തീ കുറച്ച് വയ്ക്കണ്ട. ഈ കറി എന്നിട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. ഇപ്പോൾ കറി മൂടി വയ്ക്കുക. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഈ വെളുത്തുള്ളി ഈ കറിയുടെ ചാറിൽ കിടന്നിട്ട് നന്നായിട്ട് വേവുകയും ചെയ്യണം. ഇതിൻ്റെ ഗ്രേവി ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരികയും ചെയ്യണം. അപ്പം തീ കുറച്ച് വെക്കണ്ട, തീ നന്നായിട്ട് കൂട്ടി തന്നെ വയ്ക്കുക. ഇതിലേക്ക് കായത്തിൻ്റെ പൊടി ചേർക്കുക. കായത്തിൻ്റെ പൊടി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കായം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ കായത്തിൻ്റെ പൊടി ചേർക്കുന്നതിനാണ് കറക്റ്റായിട്ടൊരളവില്ല. അപ്പോൾ ഏറ്റവും ആദ്യം കുറച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളിതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം രണ്ടാമതും ചേർത്താൽ മതി. ഈ കുടംപുളിയിൽ കിടന്നിട്ട് ഈ വെളുത്തുള്ളി ഇങ്ങനെ വേവുമ്പോൾ ആ വെളുത്തുള്ളിക്ക് ആയിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ കറിയുടെ ചാറിനായിരുന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് മൂടി വയ്ക്കുക. ഈ കറിയുടെ ഗ്രേവിയൊക്കെ ചെറുതായിട്ടൊന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. പിന്നെ അതൊരു ചെറിയ തീയിലിരുന്നിട്ട് ഒരു 10 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് വേവട്ടെ. ഞാനിവിടെ കറി ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. തീ ഓഫ് ചെയ്യുക. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ആയിരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ കറിയുടെ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കറി ഒന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ കറി ഒന്നും കൂടിയും
ഒന്ന് തിക്കാവുകയും ചെയ്യും. കറിയുടെ കളർ ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഡാർക്കായിട്ട് വരികയും ചെയ്യും. ഈ കറിയുടെ ഗ്രേവിക്കൊക്കെ അത്യാവശ്യം നല്ല കൊഴുപ്പുണ്ട്. ഇത് വെളുത്തുള്ളിയും കൂടിയിട്ട് ഈ ചാറിൻ്റെ കൂടെ ഇങ്ങനെ ചാലിച്ചിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കണം. അപ്പോഴായിരിക്കും ഈ കറി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ കറി ഒരു സർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. ഇപ്പോൾ വെളുത്തുള്ളി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ഈ കറിക്ക് ശരിക്കും ഈ കറിയുടെ മണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മീൻ കുടംപുളിയൊക്കെ ഇട്ടിട്ട് കറി വയ്ക്കുമല്ലോ, അതിൻ്റെ ശരിക്കുള്ള സ്മെല്ലാണ് ഈ കറിക്ക്. പിന്നെ കറി നിങ്ങൾ ചോറിൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നിങ്ങൾ കഴിക്കുന്നതിനേക്കാളും കുറേ ചോറ് കഴിക്കും. എനിക്ക് ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ ഇനി കറിയിലേക്ക് നിങ്ങൾ കുടംപുളി ചേർക്കുമ്പോൾ ഞാനിവിടെ അത്യാവശ്യം നല്ല 3 വലിയ കുടംപുളിയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കറിക്ക് അധികം പുളി വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 2 കുടംപുളി ചേർത്താലും മതി. കാരണം ഈ കറിക്ക് അത്യാവശ്യം നല്ല പുളിയുണ്ട്. അപ്പോൾ എനിക്ക് പുളി നല്ല ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് പുളി അത്രയ്ക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 2 കുടംപുളി ചേർത്താലും മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.